ഭരണമാറ്റമുണ്ടാകുമെന്നുറപ്പിച്ചുള്ള കരാറോ? ഊബറിന് അടുത്ത 5 വർഷത്തേക്ക് പ്രവർത്തനാനുമതി നൽകി ഗണേഷ് കുമാർ. ഓൺലൈൻ ടാക്സിയായ ഊബറിന് അടുത്ത 5 വർഷത്തേക്ക് പ്രവർത്തനാനുമതി നൽകി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. ഭരണമാറ്റമുണ്ടാകുമെന്ന് ഭയന്നാണോ ഈ കരാർ തിരിക്കിട്ടുറപ്പിച്ചതെന്ന പരിഹാസമുയരുന്നുണ്ട്. ഓൺലൈൻ ടാക്സിയായ ഊബറിന് അടുത്ത 5 വർഷത്തേക്ക് പ്രവർത്തനാനുമതി നൽകി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. ഭരണമാറ്റമുണ്ടാകുമെന്ന് ഭയന്നാണോ ഈ കരാർ തിരിക്കിട്ടുറപ്പിച്ചതെന്ന പരിഹാസമുയരുന്നുണ്ട്. ഇതോടെ ഊബറിന് മാത്രമല്ല റാപ്പിഡോ എന്നിവയ്ക്കും പ്രവർത്തിക്കാം. ഇനി റാപ്പിഡോയ്ക്ക് ബൈക്ക് ടാക്സി നടത്താം. എങ്ങനെയാണ് മെയ് 4 ശേഷം ആരു ഭരിക്കുമെന്ന് ഉറപ്പില്ലാതിരിക്കെ ഈ സർക്കാരിന് 2031 വരെ ഊബറിന് പ്രവർത്തനാനുമതി നൽകാൻ കഴിയുക എന്ന ചോദ്യവും ഉയരുന്നു. ഊബറിനെതിരെ ഏറ്റവുമധികം സമരം ചെയ്തത് ടാക്സി ഡ്രൈവർമാരുടെ ഇടതു സംഘടനകളാണ്. കേരളത്തിലെ ഗതാഗത നിയമം അനുസരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗണേഷ് കുമാർ ഊബറിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിരുന്നത്. ഇതോടെ ലോക്കൽ ടാക്സി ഡ്രൈവർമാരുമായുള്ള തർക്കം അവസാനിക്കുമെന്ന് കരുതുന്നു. ലോക്കൽ പോലീസ് സ്റ്റേഷനുകൾക്കും ഇനി പഴയതുപോലെ ശത്രുതാപരമായ നടപടിയെടുക്കാൻ സാധിക്കില്ല.